രാത്രി മഴയും ഇടിയും കനത്തു പെയ്യുന്നു. അനു വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. അവൾ ഫോൺ എടുത്തു. മറുവശത്തുനിന്ന് ഒരു വിറയുന്ന ശബ്ദം. എനിക്ക് നിന്നെ കാണാം, ഇപ്പോൾ തന്നെ. അനു ഭയത്തോടെ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ശബ്ദം വീണ്ടും മുഴങ്ങി, ഭീകരവും ഭീഷണി നിറഞ്ഞതുമായി. ഞാൻ നിന്റെ ഭർത്താവിന്റെ സുഹൃത്താണ്. അവൻ നിന്നെ വഞ്ചിച്ചു. ഇന്നലെ ഞാൻ അവനെ കൊന്നു. അനു ഞെട്ടിത്തിരിച്ചുപോയി. പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ജനൽ തുറന്നു നോക്കി. ആരെയും കണ്ടില്ല. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം. നിന്റെ പുറകിൽ ഞാൻ നിൽക്കുന്നു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. മുറിയുടെ മൂലയിൽ ഒരാൾ കത്തിപ്പിടിച്ച് പതിയെ മുന്നോട്ട് വരുന്നു. അവൾ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. മുന്നിൽ ഭർത്താവ് ഒരു ബർത്ത്ഡേ കേക്കുമായി നിൽക്കുന്നു. കത്തി എന്ന് തോന്നിയത് കേക്ക് മുറിക്കുന്ന കത്തിയായിരുന്നു. അതൊരു തമാശ മാത്രമായിരുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അനു ആശ്വാസത്തോടെ കരഞ്ഞു. പക്ഷേ പുറത്ത് രക്തം നിറഞ്ഞ കണ്ണുകളോടെ ഒരാൾ അവരുടെ വീടിനെ നോക്കിക്കൊണ്ടിരുന്നു. അയാൾ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. അടുത്ത നിമിഷം വാതിൽ തുറന്നു. ഭർത്താവ് അവനെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. നീ കൃത്യസമയത്തെത്തി. നമ്മുടെ പ്ലാൻ പൂർണ്ണമായി വിജയിച്ചു. അനു ഞെട്ടിവിറച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് തമാശയല്ല, തന്നെ കെണിയിലാക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. ഭർത്താവിന്റെ ശബ്ദം തണുത്തുറഞ്ഞതായിരുന്നു. നിന്നെ ഇല്ലാതാക്കാനാണ്. കാരണം നിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം എനിക്ക് വേണം. നീ ഇല്ലാതായാൽ എല്ലാം എന്റേതാകും. അപ്പോൾ അനു ഞെട്ടി ഉണർന്നു. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അതേസമയം ഫോൺ വീണ്ടും ശബ്ദിച്ചു. അനു ഫോൺ എടുത്തു. ഒരു അപരിചിതനാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണ്. വേഗം വരണം. അനു ഭയത്തോടെ പുറത്തേക്ക് ഓടി. അവൾ കാറിൽ കയറിയതും ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു. അവളുടെ ഭർത്താവിന്റെ ശിരസില്ലാത്ത ശരീരം. കാറിന്റെ പിന്നിൽ ഒരു മാസ്ക് ധരിച്ചയാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഒരു വീട്ടിലെ ടിവിയിൽ വാർത്ത വരുന്നു. 5 പേരെ കൊന്ന സീരിയൽ കില്ലർ ജയിൽ ചാടിയിരിക്കുന്നു. എല്ലാവരും ജാഗ്രത പാലിക്കുക.